ഹലോ പുത്തുമണികളെ, വയ്യ, പനിയാണ്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ട് വന്നതാണേ. വീഡിയോ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കണ്ടീഷനൊന്നും അല്ലടേ. എന്തോ പറ്റിയിട്ടുണ്ട്. കഴുത്തിൻ്റെ ഈ ഭാഗമൊക്കെ ഭയങ്കര വേദന, കയ്യിലെ മുട്ട്, ഇവിടെ അതേക്കണൊക്കെ കാലിൻ്റെ മുട്ട്, പിന്നെ ചെവിയാണെങ്കിൽ ഭയങ്കര വേദന. ചെവി ജലദോഷപ്പനി ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ ഞാൻ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും പനി പിടിച്ചു കേട്ടോ. അദ്ദേഹത്തിന് പനി, പൊടിമോന് പനി, പിന്നെ മക്കൾക്ക് 3 പേർക്ക് പനി, 2 പേർക്ക് ഇപ്പം ഇന്ന് വൈകുന്നേരം സ്റ്റാർട്ടായിട്ടുണ്ട്. നാളെ പനി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഡോളോ അടിച്ച് കിടന്ന് എല്ലാവരും. ഞാൻ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇന്നലെ ഷാനിൻ്റെ ഉമ്മ വിളിച്ചിരുന്നു എന്ന് ഞാനൊരു ലൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നെ നജില വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാന്യമായിട്ട് നമ്മളടുത്ത് ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ മാന്യമായിട്ട് റിപ്ലൈ ചെയ്യണമല്ലോ. അത് മനുഷ്യത്വത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ്. എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അവള് മാന്യമായിട്ട് ബീനെ എന്ന് വിളിച്ചിട്ട് സംസാരിച്ച്. അപ്പോൾ ബീനെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന കാര്യത്തിന് നമുക്ക് അതിനുള്ള മറുപടി നമുക്ക് കൊടുക്കണം. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ കാര്യമാണ്, പറഞ്ഞത് ഈ കാര്യമാണ്: നിന്റെ നമ്പർ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. നിന്റെ നമ്പർ മാത്രമല്ല, ഐഷ നെഹ്റ നമ്പർ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, ഞാൻ കൊടുക്കുകയില്ല. അപ്പം ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചത്, പിന്നെ ഇങ്ങനെയാണ് ചോദിച്ചത്: അല്ല, അവർ നിന്നെ വിളിക്കേണ്ട കാര്യമില്ല, ഞാൻ അവരെ വാണിംഗ് ആക്കിയതാണ്, നിന്നെ വിളിക്കേണ്ട കാര്യമില്ല. ഷെഫീന താത്തയാണ് നമ്പർ കൊടുത്തത്. ഓക്കെ, അതിൽ വിഷയമൊന്നും ഇല്ല. എൻ്റെ നമ്പർ ആർക്കൊക്കെ കൊടുത്ത്, ആരൊക്കെ വിളിച്ചവർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അല്ലാതെ യൂട്യൂബ് വഴി ഒരുപാട് ആൾക്കാർ, ഞാൻ ഇതാണ് വീഡിയോ ചെയ്യാത്തത്, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചുമ വരുന്നു. അല്ലാതെ യൂട്യൂബ് വഴി എന്നെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ സംസാരിച്ചു വെക്കുന്നുണ്ട്. അല്ലാതെ കുറേ ആൾക്കാർ ഏതോ ബ്രോക്കർ തള്ള കൊടുത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കുറച്ച് പേരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്കൊക്കെ കൊടുക്കാനുള്ളത് ഞാൻ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട്. എടാ, ഞാൻ ഉള്ള കുഞ്ഞൊന്നുമല്ല. അപ്പോൾ എന്നെ ഇന്നലെ നജില വിളിച്ചപ്പോൾ അവൾ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഞാൻ അവളുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്ന്, ഒരാവശ്യമില്ലാതെ എൻ്റെ ഐഷ നെഹ്റനെ പറയണതിന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അവൾ എന്തോ മറുപടി പറഞ്ഞു കേട്ടാ. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ലെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് ഞാൻ പറഞ്ഞത്, എനിക്കും ഭർത്താവുണ്ട്. എൻ്റെ ഭർത്താവ് നീയും ഞാനും തമ്മിൽ യൂട്യൂബിൽ തർക്കം നടക്കുന്നു. ഈ തർക്കത്തിൻ്റെ ഇടയിൽ ഇന്നേ വരെ എൻ്റെ ഭർത്താവ് നിന്നെ ഒന്നും പറയാൻ വേണ്ടിയിട്ട് എൻ്റെ സോഷ്യൽ മീഡിയയും ഉപയോഗിച്ചിട്ടില്ല. വേറൊരു രീതിയിലും ഒരു കമൻ്റായിട്ട് പോലും വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിച്ചിട്ടില്ല. നീ എന്ത് തോന്നിയാസമാണ് വിളിച്ച് യൂട്യൂബ് വഴി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവളിങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത് കേട്ടോ. പക്ഷേ സോഫ്റ്റ് ആയിട്ടാണ് സംസാരിച്ചതെങ്കിൽ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളും പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞ് ഇവളുടെ അമ്മ എന്നെ ഇങ്ങോട്ട് വിളിച്ചെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ അല്ല, ഞാൻ അങ്ങോട്ട് അവരെ വിളിച്ചു അത്ര. എൻ്റെ കയ്യിൽ അവരെ നമ്പരൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഷെഫീന താത്തനെ എന്നിട്ട് ഞാൻ രാത്രിയിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പം ഇത്ത പറഞ്ഞത്, എന്നെ നിലയ്ക്ക് നിർത്തണം എന്ന് പറയാൻ വേണ്ടി ഷെഫീന താത്തേനെ അവർ വിളിച്ചിരുന്നു അത്ര. എടാ, എന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ടേ ഇത് പറയുമ്പോൾ ശരിക്ക് ഒരാൾക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത ഒരു തള്ള എന്നെ നിലയ്ക്ക് നിർത്തണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാനുമായിട്ട് സൗഹൃദത്തിലുള്ള ഒരാളിനെയാണ് കോണ്ടാക്ട് ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് ശരിയായാലും തെറ്റായാലും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ ആ കാര്യങ്ങൾ പറയാറും ചെയ്യാറുമുണ്ട്. അങ്ങനെ ഞാനായിട്ട് എടുക്കുന്ന തീരുമാനത്തിൽ ഞാനായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതിൽ നന്മ ഉണ്ടായാലും തിന്മ ഉണ്ടായാലും ഞാൻ ആരെയും പഴി പറയാനും നിൽക്കൂല.
അത് ഞാൻ തന്നെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഞാനിപ്പോ എന്താണ് പറയാൻ വേണ്ടിയിട്ട് വന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ പൊതുജനങ്ങള് തെറ്റിദ്ധരിക്കുന്നുണ്ടാവും എന്തോ അടിയിൽ കൂടി എന്തോ കോംപ്രമൈസ് ഉണ്ടായി എന്ന്. ഒരിക്കലും നജിലയെ പോലൊരു വ്യക്തി എന്റെ ഭാഗത്ത് നിന്ന് ഒരു കോംപ്രമൈസ് പ്രതീക്ഷിക്കണ്ട, നടക്കൂല. പിന്നെ ഈ നജില പറയുന്ന ഒരു കാര്യമുണ്ട്, നജിലേനെ എനിക്ക് പേഴ്സണലി അറിയാൻ പാടില്ല എന്ന്. ഒരാളെ പേഴ്സണലി അറിയാൻ വേണ്ടിയിട്ട് ഉള്ള മാനദണ്ഡം എന്താണ് എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് നജില എന്ന് പറയുന്ന പുള്ളിക്കാരിനെ പേഴ്സണലി അറിയാം. പുള്ളിക്കാരി ആരാണ്, എന്താണ്, എവിടെയാണ് താമസിക്കുന്നത്, അവര് താമസിക്കുന്ന ചുറ്റുപാട്, അവർക്ക് ആരൊക്കെ ഉണ്ട്, അവരുടെ ലൈഫ് എന്താണ് എന്നുള്ളത് അവരുടെ തന്നെ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തു. കുറെ ഭാഗങ്ങൾ അവരെന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ നജില എന്ന് പറയുന്ന പുള്ളിക്കാരി എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. നജിലയുടെ മാതാപിതാക്കൾ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അയൽക്കാർ എന്നോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളെ പേഴ്സണലി അറിയാൻ വേണ്ടിയിട്ടുള്ള മാനദണ്ഡം ഇത്രയും പോരെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഈ സ്ത്രീയെയും ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ പേഴ്സണലി അറിയാം. പിന്നെ ഇവരെന്ത് ഉദ്ദേശത്തിലാണ് എനിക്ക് പേഴ്സണലി ഇവരെ അറിയാൻ പാടില്ല എന്ന് ഇവർ പബ്ലിക്കിൽ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, പൊരുത്തം ചോദിക്കാൻ പോലും കഴിയാണ്ട് വരും, നിങ്ങൾക്ക് പൊരുത്തം ചോദിക്കാൻ പോലും കഴിയാണ്ട് വരും എന്ന്. ആക്ച്വലി ഈ പൊരുത്തം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമുക്കൊരു പശ്ചാത്താപം തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് അത് തെറ്റാണ് എന്ന് ഞാൻ ഒരാളോട് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയോട് നമ്മൾ മനസ്സറിഞ്ഞ് ഞാനത് ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കുക എന്ന് പറയുന്നതാണ്. എൻ്റെ ഉമ്മാനെ പച്ചത്തെറി, എൻ്റെ ഉമ്മ ഇതിലൊന്നും യാതൊരു ഇൻവോൾവും അല്ലാത്ത ഒരാളാണ്. ഒരു മനുഷ്യൻ 18 വയസ്സ് കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ എനിക്ക് 42 വയസ്സുണ്ട്. ഈ 42 വയസ്സിലാണ് ഞാൻ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. ഞാനൊരു കാര്യം സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഒരു പേഴ്സൺ എന്നുള്ള നിലയിൽ എനിക്ക് അവകാശപ്പെട്ടതാണ്. ഞാൻ ഒരാളെ റിയാക്ട് ചെയ്തു എന്നതിന്റെ പേരിൽ എൻ്റെ ഉമ്മ എന്ന വ്യക്തിഹത്യ ചെയ്ത ഒരു വ്യക്തിയോട് ഞാൻ എന്തിനാണ് അങ്ങോട്ട് പൊരുത്തം ചോദിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ എൻ്റെ പെൺമക്കള് 8 മുട്ടും തിരിയാത്ത പ്രായമാണ്. ഒരാൾക്ക് 8 വയസ്സേ ഉള്ളൂ, ഒരാൾക്ക് 13 വയസ്സ്, ഒരാൾക്ക് ഇപ്പൊ 18 വയസ്സായി. ഈ 3 പെൺകുട്ടികളും ആരെയും ഒന്നും പറയുന്ന ഒരു പ്രകൃതക്കാരല്ല. അവർ വീട്ടിന്റെ പുറത്തു പോലും ഇറങ്ങുന്ന ഒരാൾക്കാരല്ല. ഇനി ഇറങ്ങിയാൽ തന്നെ അവര് അത്രയും മാന്യമായിട്ടാണ് അവരുടെ സമൂഹത്തെ അവര് റെപ്രസെന്റ് ചെയ്യുന്നത്. അത്രയും മാന്യതയിൽ ജീവിക്കുന്ന 3 പെൺകുട്ടികളാണ്. ഈ 3 പെൺകുട്ടികളെയും തെരുവിലേക്ക് വലിച്ചു കീറി തിന്ന ഒരു സ്ത്രീ, ആ ഒരു സ്ത്രീയോട് ഞാൻ എന്തിനാണ് പൊരുത്തം ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ ഇവരെ മുമ്പൊരിക്കൽ റിയാക്ട് ചെയ്ത ഒരു പെൺകുട്ടിയുണ്ട്. അന്ന് അവൾക്ക് 21 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അവൾക്ക് 22 വയസ്സായി. ആ കുട്ടി ഇവരെ റിയാക്ട് ചെയ്ത സമയത്ത് ഇവരുടെ 2 സുഹൃത്തുക്കള് ഞങ്ങളെ ഒരു വലയത്തിൽ കൊണ്ടുപോയി നമ്മളെ ട്രാപ്പ് ചെയ്ത് ഞങ്ങളുടെ പേഴ്സണൽ ബയോഡേറ്റാസ് കംപ്ലീറ്റ് ചോർത്തിയെടുത്തതിന്റെ കൂട്ടത്തിൽ ഈ കുട്ടിയുടെ ഫോട്ടോയും ചോർത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ പബ്ലിക്കിലിട്ട് പഠിക്കുന്ന ആ ഒരു പെൺകുട്ടിയെ യാതൊരു തെറ്റും ആ കുട്ടി ചെയ്തില്ല. ചെയ്തതെന്ന് പറയുന്നത് ഇവര് പബ്ലിക്കിൽ വന്ന് പറഞ്ഞ ചില കാര്യങ്ങള് അവള് പ്രൂഫ് വെച്ച് തെളിയിച്ചു. അവളുടെ വീഡിയോസ് ഇപ്പോഴും പബ്ലിക്കിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. ഐഷ നേഹ എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ ആ പെൺകുട്ടി എന്താണ് പറഞ്ഞിരിക്കുന്നത്. ആ പെൺകുട്ടി ഇവരെ റിയാക്ട് ചെയ്ത സമയത്ത് ഇവര് പ്രതികരിച്ചത് എന്ന് പറയാം, നിന്റെ വീട്ടിൽ നിന്റെ തന്തയും തള്ളയും ഒന്നും ഇല്ലേടി, നിന്റെ ആ പെൺകുട്ടിയുടെ തന്തയെയും തള്ളയെയും ആക്ഷേപിച്ചപ്പോ
സ്വാഭാവികമാണ്. ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഇമോഷണലി ഭയങ്കര ചോരത്തിളപ്പുള്ള ഒരു പ്രായമാണ്. അപ്പൊ അവളുടെ ഉമ്മാനെയും ഉപ്പാനെയും തെറി വിളിച്ചപ്പോൾ അവള് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഇവളുടെ പേരൊക്കെ മാറ്റിക്കൊണ്ട് അവള് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഇതുവരെ അത് തെറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്നെ രായമ്മ എന്ന് വിളിക്കുന്നവളാണ് അവളതിന് അർഹതയുള്ളവളെന്നാണ് ഞാൻ കരുതിക്കൊണ്ടിരിക്കുന്നത്. അതേ കണക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാടെ 2 ദിവസത്തെ ലൈവിലും വീഡിയോയിലും ഒന്നും എന്നെ രായമ്മ എന്നല്ല പുള്ളിക്കാരി വിളിക്കുന്നത്. പുള്ളിക്കാരി വിളിക്കണത് ബീനെ എന്നാണ്. അതെന്തുവാണ് ഒരു നിലപാടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഈ പല തന്തക്കോണം മോളെ, ബീനിന്റെ അടുത്ത് കോംപ്രമൈസ് ആയി എന്നുള്ള ഒരു ചിന്ത മോൾക്കുണ്ടെങ്കിൽ അത് കെട്ടിപ്പൂട്ടി പെട്ടിക്കകത്ത് വെച്ചേക്കുക. രായമ്മ എന്ന് നീ എന്നെ വിളിച്ചാൽ മതി. അതുപോലെ നീ പിന്നെ പൂന്ത്ര പോലീസ് സ്റ്റേഷനിൽ എന്തോ സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ, നീ അത് കൊണ്ടുവന്ന് കൊടുക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു തീർക്കാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പേടിക്കരുത്. നീ ഇങ്ങനെ പേടിച്ച് പിന്മാറിയാൽ അതൊരു രസമുള്ള ഒരു കാര്യമല്ല മോളെ. ഇങ്ങനെ ഇത്രയും പാവം നീ ആവരുത്. പിന്നെന്തോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഉമ്മാനെയും വാപ്പാനെയും ഒക്കെ ഞാൻ നിന്നെ വിളിക്കാത്ത രീതിയിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിന്റെ ഉമ്മാനെ ഞാൻ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് നിന്റെ ഉമ്മാനെ വിളിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് നിനക്കും അറിയാം, ഈ പബ്ലിക്കിനും ഒക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വീണ്ടും 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 എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. അപ്പം പിന്നെ നിന്റെ ഷാനിന്റെ ഉമ്മയായിരുന്നാലും ഇവരായിരുന്നാലും എന്നെ വിളിച്ചാൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്കെന്തൊരു കുഴപ്പം? അവരെന്നെ വിളിച്ചാല് നിനക്കെന്ത് കുഴപ്പം? നീ എന്തിനു വെപ്രാളം വിളിക്കുന്ന? എന്തിനാണ്? നിന്റെ കളവൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട്, നിന്റെ കളവുകൾ ആ പഴച്ച തള്ളേരെ വാ കൊണ്ട് എനിക്ക് കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. അവരത് പറഞ്ഞാൻ വേണ്ടിയിട്ടാണ് അവരെന്നെ വിളിച്ചത്. എനിക്കത് കേൾക്കേണ്ട കാര്യമില്ലെന്നേ. എന്റെ പെൺമക്കള് അനുഭവിക്കും എന്ന് പറഞ്ഞ പുഴുത്ത വായുള്ള സ്ത്രീയാണ് ആ തള്ള. ഈ ഷാനെന്ന് പറയുന്ന സ്ത്രീ അവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ തള്ളേരെ മോനായിട്ടുള്ള പന്നി അലവിലാദീനെയും ഞാനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ വായിൽ ഇങ്ങോട്ട് വന്ന് കമ്പിട്ട് കുത്തി വാങ്ങിച്ച് പിടിച്ചതാണ്. അപ്പം ഈ 2 എണ്ണവും എന്റെ വായിൽ ഇങ്ങോട്ട് വന്നിട്ട് വാങ്ങിച്ചു പിടിച്ചിട്ടുള്ളതാണ്. ഇതിന് ഇവര് തന്ന മറുപടി എന്റെ മക്കളെ അടക്കം പറഞ്ഞതാണ്. ഈ എന്റെ മക്കളെ പറഞ്ഞവരെ അങ്ങ് പെട്ടെന്ന് പോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ട് കളയാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്കൊരു തന്തയുള്ളൂ മോളെ. ആ തന്ത നല്ല നട്ടലുള്ള ഒരുത്തനാണ്. ഇതിനൊക്കെ പുറമെ നിന്നോട് ഞാൻ ഒരിക്കൽ ക്ഷമിച്ചതാണ്. അത് നീ സത്യമുള്ളവളായത് കൊണ്ടല്ല, നീ തെറ്റ് ചെയ്യാത്തവളായത് കൊണ്ടല്ല. എന്നിട്ടും നിനക്ക് ഞാനൊരു അവസരം തന്നിട്ടുണ്ടായിരുന്നു. നന്നാവണമെങ്കിൽ അങ്ങ് നന്നായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോഴും നീ ചെയ്തത് എന്താണ്? എന്റെ സുഹൃത്തിനെ പേഴ്സണലി ചെന്ന് വിളിച്ചിട്ട് നിന്റെ അതേ സ്വതവേ ഉള്ള കാര്യം നീ ഇങ്ങനെ പറയുന്നുണ്ട്. നീ ചാരിറ്റി നടത്തി, തട്ടിപ്പ് നടത്തിയില്ല, കണ്ടവരുടെ അത് മോഷ്ടിക്കൂല. എടി, നിന്റെ കൂടെ ജീവിക്കുന്നവൻ പാഹരട്ട സ്ത്രീയെ, നിന്റെ കൂടെ നീ പലവനിൽ ഉണ്ടാക്കിയ നിന്റെ മക്കളെ പോറ്റിക്കൊണ്ട് നിന്റെ കൂടെ കിടന്നുറങ്ങുന്നവൻ ആരാടി? നീ മോഷ്ടിച്ചെടുത്തവൻ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ, മറ്റൊരു കുട്ടിയുടെ ഉപ്പയെ നീ മോഷ്ടിച്ചെടുത്തതാണ്. എന്നിട്ട് നീ വന്നിരുന്നോണ്ട് കുണച്ച ന്യായം നീ മോഷ്ടിക്കൂലെന്ന്. അപ്പൊ അങ്ങനെയുള്ള ആ ആളിനെ പോലും മോഷ്ടിച്ച നീ ചാരിറ്റിന്ന് കൈയിട്ട് വാരിയിട്ടില്ല അല്ലേ മോളെ? വാരിയിട്ടില്ല. എന്താ പേടിക്കുന്നതിനാ? നീ പേടിക്കരുത്. നമുക്ക് കേസുമായിട്ട് മുന്നോട്ട് പോണോടി മോളെ. നീ ഇവിടെ വരിക, നമുക്കത് കേസാക്കണം. നീ കൊടുക്കുന്ന പരാതിയിന്മേൽ എന്റെ പേരിലും കേസാക്കണം, ഞാൻ കൊടുക്കുന്ന പരാതിയിന്മേൽ നിന്റെ പേരിലും കേസാക്കണം. എന്നിട്ട് നമുക്ക് എവിടെ നിന്ന് വാദിക്കണം? കോടതിയിൽ നിന്ന് വാദിക്കാം. അവർക്ക് പേടിക്കരുത്. പിന്നെ മറ്റുള്ളവരുടേത് മോഷ്ടിക്കില്ല എന്ന് പറയുമ്പോൾ
നീ ഇത്രയും കാലം നിന്റെ വീട്ടില് നിന്റെ മക്കള് ദരിദ്രരാണ്, ആരും നിനക്ക് തിന്നാനൊന്നും തന്നിട്ടില്ല, ആരും നിന്നെ സഹായിച്ചിട്ടില്ല എന്ന് നീ പറയുമ്പോഴും നീ അറിയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ പള്ളി കമ്മിറ്റിക്കാർ നിനക്ക് തന്നിട്ടുണ്ട്, നിന്റെ അയൽക്കാർ നിനക്ക് തന്നിട്ടുണ്ട്, നിന്റെ കുടുംബക്കാര് നിനക്ക് തന്നിട്ടുണ്ട്. മോളെ, ഒരു ഉമ്മയ്ക്കും 3 മക്കൾക്കും ജീവിക്കാൻ പിന്നെ എത്ര വേണം, എന്ത് വേണം? ഇതെല്ലാം വാങ്ങിച്ച് കീശയിലിട്ടിട്ടും നീ പറയുന്നത് ആരും നിനക്കൊന്നും തന്നിട്ടില്ല, നീ കഷ്ടപ്പെട്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിനക്ക് പഞ്ചായത്തിൽ നിന്നും വീട് സാങ്ഷൻ ആയതിനു ശേഷം ആണ് നീ വീട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പൊതു മീഡിയയിലേക്ക് വന്നത്. പഞ്ചായത്തിൽ നിന്നും ഗവൺമെന്റ് വക ഫ്രീ ആയിട്ട് നിനക്ക് വീട് വെക്കാനുള്ള ആ ഒരു ഫ്രീ ലോണ് സാങ്ഷൻ ആയതിനു ശേഷമാണ് നീ പബ്ലിക്കിന്റെ മുന്നിൽ എനിക്ക് വീട് വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നീ പബ്ലിക്കിന്റെ ക്രൗഡ് ഫണ്ട് പിരിച്ചത്. അത് മോശമായിട്ട് നിനക്ക് തോന്നുന്നില്ല? അതുപോലെ തന്നെ ഷാജിദ ഷാജി അവരുടെ 5 മക്കൾ യത്തീമാണെന്ന് പറഞ്ഞപ്പോ നിന്റെ ഉപ്പമാർ ജീവിച്ചിരിക്കുന്ന മക്കളെ അടക്കം തെരുവിൽ കൊണ്ടുവന്ന് നിർത്തി ഞാനും സൂയിസൈഡ് ചെയ്ത ഒരു ഭർത്താവിന്റെ ഭാര്യയും മക്കളുമാണ് എന്ന് കളവ് പറഞ്ഞത് അത് കള്ളത്തരമല്ല, അത് മോഷണമല്ല. അതിന്റെ പേരിൽ ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റിയത് മോഷണമായിട്ട് നിനക്ക് തോന്നുന്നില്ല? അത് കളവല്ലേടി. ആ കളവ് പറഞ്ഞ് നീ ജനങ്ങളിൽ നിന്നും പൈസ തട്ടിപ്പ് തന്നെയല്ലേ നടത്തിയത്, അല്ലേ? അതിനുശേഷം വീട് വെക്കണം എന്ന് പറഞ്ഞ് എത്രയേറെ മനുഷ്യരെ നീ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്തിരിക്കുന്നു. നമ്മുടെ സരിതയുടെ ഭർത്താവിനെ അടക്കം അയാളിനെ നീ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരിൽ നിന്നൊക്കെ നീ പൈസ വാങ്ങിച്ചിട്ടില്ലേ? എത്രയോ ആളുകളിൽ നിന്ന് നീ പൈസ വാങ്ങിച്ചിരിക്കുന്നു. ഇതൊക്കെ മോഷണമായിട്ട് നിനക്ക് തോന്നുന്നില്ല? അതൊന്നും മോഷണമില്ല. ഒരു ജാതി കളി കളിക്കല്ലേ മോളെ. നീ നന്മമരമായിക്കോ, പക്ഷെ അത് ഒരിക്കലും ബീനിന്റെ അടുത്ത് നടക്കൂല. എന്നിട്ട് നിനക്ക് ഞാൻ നന്നാവാൻ ഒരു അവസരം തന്നപ്പോ നീ കൃത്യമായിട്ട് ഈ കുട്ടികളുടെ ദാരിദ്ര്യം പറഞ്ഞിട്ട് എന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങിച്ചില്ല. അത് നിനക്ക് മോഷണമായിട്ട് തോന്നുന്നില്ല? അത് അയാളുടെ ഭാര്യ അറിഞ്ഞിട്ടാണോ നീ വാങ്ങിച്ചത്? എന്റെ സുഹൃത്തായിരുന്നിട്ട് പോലും അയാൾ എനിക്ക് എന്തൊക്കെയോ തന്നു എന്ന് നീ തെറ്റായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞ വീഡിയോ എന്റെ കൈവശമുണ്ട്. ഞാനത് നാളെ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോ അയാളുടെ കയ്യിൽ നിന്ന് സുഹൃത്തായ ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റ്. നീ അയാളുടെ ആരായിരുന്നിട്ടാണ് അയാളുടെ കയ്യിൽ നിന്ന് കൈനീട്ടി നീ പൈസ വാങ്ങിച്ചത്? അയാളുടെ ഭാര്യ അറിയാതെ, അയാളുടെ കുടുംബം അറിയാതെ, അയാളെ പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്ത് രഹസ്യമായി നീ വാങ്ങിച്ചെടുത്ത പണം എന്ന് പറയുന്നത് അത് മോഷണമല്ലാതെ പിന്നെ എന്താണ്? എന്നിട്ട് അത് എന്നോട് പറഞ്ഞു എന്നതിന്റെ പേരിൽ, സുഹൃത്തായ എന്നോട് പറഞ്ഞു എന്നതിന്റെ പേരിൽ അയാളെയും അയാളുടെ കുടുംബത്തെ ഒന്നടങ്കം നീ നാണം കെടുത്തിയത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ നാണം കെടുത്തണമെങ്കിൽ നീ പറഞ്ഞില്ലേ പൊരുത്തം വേണം, പൊരുത്തം ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റാണ്ടായി പോകുമെന്ന് നിനക്ക് തോന്നണുണ്ടോ? അയാളുടെ പൊരുത്തം നിനക്ക് ജീവിതത്തിൽ കിട്ടുമെന്ന്? അയാളുടെ ഭാര്യയുടേത് അയാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് അത് നിന്റെ കാമുകനെ തീറ്റിച്ചിട്ട് നീ അയാളെ തള്ളയോളി എന്ന് വിളിച്ചിട്ടുണ്ട്. തള്ളയോളി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അമ്മയെ ഭോഗിക്കുന്നവൻ എന്നാണ്. അയാളുടെ വിയർപ്പിന്റെ അന്നം കഴിച്ചിട്ട് അയാളെ അയാളുടെ ഉമ്മയോടൊപ്പം ചേർത്ത് പറഞ്ഞ നിനക്കാദ്യം പൊരുത്തം കിട്ടുമെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് വന്നിരുന്നു നന്മമരം ചമയല്ലേ മോളെ. അത് ബീനിന്റെ അടുത്ത് വേണ്ട. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നീ എന്റെ ഫോണിൽ വിളിക്കുമ്പോ പോലും എന്താണ് നജിലേ എന്ന് ചോദിച്ച് നിന്നോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചിരുന്ന എന്റെ മനുഷ്യനെ നീ വിളിച്ച ഒരു പേരുണ്ട്, പാവാടവള്ളി എന്ന്. എന്റെ മനുഷ്യനെ നീ വിളിച്ച ഒരു പേരുണ്ട്. ആ മനുഷ്യന്റെ മക്കളെ പ്രസവിച്ച ഉമ്മയാണ് ഞാൻ. എന്റെ പാവാടവള്ളിയോ എന്റെ ബ്രേസിയറിന്റെ ഊക്കോ ഒക്കെ ആവും ആ മനുഷ്യൻ. കാരണം എന്താണെന്നറിയാമോ? ഞങ്ങൾ ഇണകളാണ്. വെറുതെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഗർഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്നിച്ചു ചേർന്നവരല്ല ഞങ്ങള്.
ഞങ്ങൾ ഈ ജന്മം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് ഞങ്ങൾ പരസ്പരം കുറ്റങ്ങളും കുറവുകളും എല്ലാം പരസ്പരം പങ്കുവെച്ചും ക്ഷമിച്ചും സഹിച്ചും ഞങ്ങൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് ഇണകളാണ്. ആ എന്റെ ഭർത്താവിനെ എന്റെ പാവാട വള്ളി എന്ന് വിളിച്ച് ആക്ഷേപിച്ച നിനക്ക് എന്റെ ഭർത്താവിന്റെ പൊരുത്തം കിട്ടുവോടി? നീ ഇങ്ങനെ വന്നിരുന്ന ലൈവുകളിൽ മുഴുവൻ ഇരുന്നോണ്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പൊരുത്തം ചോദിക്കാൻ പോലും പറ്റൂല എന്ന്. അതിന് പൊരുത്തം ചോദിക്കാൻ നീ ആര്? നീ ആരാണ്? നീ എന്താ പടച്ച റബ്ബിന്റെ താഴെ നിൽക്കുന്ന ആളാണോ? ആണോ? ഈ ഒരു തെറ്റും ചെയ്യാത്ത ഇവരെയൊക്കെ ആക്ഷേപിച്ച നീ ഇവരുടെ ആരുടെയെങ്കിലും പൊരുത്തം വാങ്ങിച്ചിട്ടാണോ ജീവിക്കുന്നത്? പരട്ട സ്ത്രീയെ വന്നിരുന്ന് നന്മ മരം കളിക്കുന്നു. ലെവലാതി പൊരുത്തം ചോദിക്കാത്തോണ്ട് അങ്ങ് വിട്ടുപോകുന്നു. നിന്നെ പോലെ ഒരു തീരെ പൊരുത്തം ഇവിടെ ആർക്ക് വേണോടി? നിന്നെ പോലെ ഒരു വൃത്തികെട്ട ജന്തുവിന്റെ പൊരുത്തം ആർക്ക് വേണം? ലെവലാതി